മെഡിറ്റേഷനിലൂടെ നമുക്ക് ഒരു നോ മൈൻഡ് എന്നൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും. അതായത് മൈൻഡ് ഇല്ലാത്തൊരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മൈൻഡിന്റെ സ്വിച്ച് ഓഫ് പൊസിഷനിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. അതായത് നോർമലി മൈൻഡ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി അത് ഫങ്ഷനിങ് ആണ്. 24 hours അത് കണ്ടിന്യൂസ്ലി ഒരു വർക്കിംഗ് പ്രോസസ്സിലാണ്, കണ്ടിന്യൂസ് സ്റ്റാറ്ററിങ് ആണ്, അത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് മൈൻഡ് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. നമ്മുടെ മൈൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ഒരു തിങ്കിങ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും വേണമെങ്കിൽ തോന്നാം. അതുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ, ആ ഒരു മൊമെന്റ് ടു മൊമെന്റ് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിക്ക് ചിലപ്പോൾ കുറഞ്ഞിരിക്കും. സോ അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്കൊരു മൈൻഡിനെ ഒരു റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിലൂടെ, അതിനെ ഒരു റെസ്റ്റിംഗിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ, അതിനെ ഒന്നും കൂടെ ഒന്ന് റീജുവിനേറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒരു ഫ്രഷ് അപ്പ് ആക്കി എടുക്കാനൊക്കെ നമുക്ക് മെഡിറ്റേഷനിലൂടെ സാധിക്കും. സോ മെഡിറ്റേഷൻ എന്ന പ്രോസസ്സിൽ നമ്മൾ അതാ ചെയ്യുന്നത്, മൈൻഡിനെ ഒരു റെസ്റ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ നോ മൈൻഡ് സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരിക, അതിനെ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക എന്നതാണ് നമ്മൾ മെഡിറ്റേഷനിലൂടെ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. അതിലൂടെ മൈൻഡിനെ നമുക്ക് ഒന്നും കൂടെ റീജുവിനേറ്റ് ചെയ്യും. നിങ്ങളൊരു 1 hour മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ